പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോണത് ഒരു ബോട്ടിൽ കളക്ഷൻ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറേ നാൾ മുന്നേ ബോട്ടിൽ ആർട്ട് കളക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. കുറേ നാളായിട്ട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ബോട്ടിൽ കളക്ഷൻ വീഡിയോ കാണിക്കൂ എന്നുള്ളത്. ഇത്രയും നാളും കാണിക്കാതിരുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, എല്ലാം കൂടി അറേഞ്ച് ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കാരണം ഒന്നും ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ. ബോട്ടിലുകൾ ഒരുപാടുള്ളത് കൊണ്ട് നമുക്കത് ഒതുക്കി വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ അതിലൊക്കെ ഒതുക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ബോട്ടിലുകൾ. സെയിം ബ്രാൻഡ് വരുന്നത് അടുത്തടുത്താണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇതൊന്നും കഴുകിയിട്ടല്ല വെച്ചിട്ടുള്ളത് കേട്ടോ, ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ആവശ്യത്തിനനുസരിച്ച് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഏകദേശം 1.5 വർഷത്തോളമായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടിലുകളാണിത്. നാട്ടിലൊക്കെ ചെയ്യണ പോലെ കളക്ട് ചെയ്യാൻ പോണതൊന്നും കാണിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇത് കൂടാതെ കുറച്ച് ബോട്ടിലുകൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ സെയിം ബ്രാൻഡ് തന്നെ ഒരേപോലെ കുറേ എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. അത് കളയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറ്റി വെച്ചത്. പിന്നെ തോന്നി വേണ്ടാന്നുള്ളത്. കാരണം നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് സ്നേഹത്തോടെ തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് കളയാനായിട്ട് മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവും എങ്ങനെയാണ് ആ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാനിത് ബോട്ടിലും അതുപോലെ തന്നെ ജിപ്സം ബോർഡും വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇൻറ്റീരിയർ വർക്കിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ജിപ്സം ബോർഡ്. ഞാനിവിടെ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ജിപ്സം ബോർഡിൻ്റെ 4 സൈഡിലും ഓരോ ബോട്ടിൽ വെച്ചിട്ട് അതതിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതായത് ബോട്ടിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ജിപ്സം ബോർഡ് ഒട്ടിച്ച് വെച്ചിരിക്കുക. അങ്ങനെയാണ് ഞാൻ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരേ വലിപ്പത്തിലുള്ള 4 ബോട്ടിലുകൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇതെനിക്ക് അനുവേട്ടൻ കൊണ്ടുവന്നതാണ് കേട്ടോ. അവിടെ ഓഫീസിൽ ഇൻറ്റീരിയർ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പഴയതൊക്കെ പൊളിച്ചു മാറ്റിയപ്പോൾ കളയാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ബോസിനോട് ചോദിച്ചിട്ട് അനുവേട്ടൻ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ് സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട്. ജിപ്സം ബോർഡ് കട്ടി കുറവാണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാൻഡായിട്ട് വെച്ചപ്പോൾ അത്യാവശ്യം വെയിറ്റൊക്കെ അതിൽ വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് എന്താണ് ഇപ്പോൾ ബോട്ടിൽ ആർട്ട് വീഡിയോസ് അധികം ചെയ്യാത്തതെന്നുള്ളത്. അതുപോലെ ചാനൽ നിർത്താൻ പോവുകയാണോ, അതുകൊണ്ടാണോ വീഡിയോസ് കുറയ്ക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് കണ്ടോ, ആ സ്റ്റാൻഡിൽ മുകൾ ഭാഗത്തുള്ള സ്റ്റാൻഡിൽ ഞാൻ ബോട്ടിൽസ് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ സ്റ്റാൻഡ് ഒന്ന് ചെരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബോട്ടിൽ നിലത്ത് വീണ് പൊട്ടി. എനിക്ക് നല്ല സങ്കടമായിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലത്തെ ബോട്ടിലുകളൊക്കെ താഴേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ഇത്രയും ബോട്ടിലുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബോട്ടിലുകൾ നമ്മൾ നേരത്തെ ബോട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല, അതിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒരുപാട് ബോട്ടിലുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടോ ചാനൽ നിർത്താൻ താല്പര്യമുള്ളത് കൊണ്ടൊന്നുമല്ല ഞാൻ വീഡിയോസ് ചെയ്യാത്തത്. നമുക്ക് ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഇല്ല. അതുപോലെ തന്നെ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിത് സെയിൽ ചെയ്യാനെങ്കിലും പറ്റും. ഇവിടെ നമുക്ക് അങ്ങനെ സെയിൽ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളെ അറിയുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരുടെ നിന്ന് ചെറിയ ഓർഡറുകളൊക്കെ കിട്ടുന്നല്ലാതെ നമുക്ക് ഒരുപാട് നാട്ടിൽ ചെയ്യണ പോലെ സെയിൽ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ബോട്ടിലുകൾ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ബോട്ടിൽ ആർട്ട് വീഡിയോ അല്ലാതെ മറ്റ് വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തുന്നത്. അതല്ലാതെ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് നല്ല ഇഷ്ടമാണ് എനിക്ക്. നിങ്ങൾക്കറിയാമല്ലോ, നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ വെറുതെ ഇതൊക്കെ ചെയ്തിട്ട് എല്ലാം വേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ആവശ്യത്തിന് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് എല്ലാ മാസവും ഒരു ഇൻകം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണോണ്ട് കുഴപ്പമില്ല. അതല്ലാതെ ഒരുപാട് ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ട് വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് ബോട്ടിൽ ആർട്ട് മാത്രമല്ലാതെ മറ്റ് ക്രാഫ്റ്റുകളൊക്കെ ചെയ്യണത്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നോട് വിഷമമൊന്നും തോന്നരുത്, നമ്മുടെ സിറ്റുവേഷൻ ഇപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ്.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കുറച്ച് ബോട്ടിലുകൾ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത്, അത് ഞാൻ ഇവിടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ആ സ്റ്റാൻഡിൽ ഞെക്കി വെക്കാൻ പേടിയാണ്. ഒരെണ്ണം വീണ് പൊട്ടിയത് കൊണ്ട് അവിടെ വെക്കേണ്ടെന്ന് വിചാരിച്ചു. അതിലത്തെ കുറച്ച് എടുത്തിട്ട് ഞാൻ ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തുള്ളത് നമ്മൾ ചെയ്തിട്ടുള്ള ഓർഗനൈസറാണ് കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്